നല്ല അടിപൊളി ലൈനേജ് മക്കളാണ് കേട്ടോ. ഇവരൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. പാരൻറ് സ്റ്റോക്ക് ലൈനേജ് വൈറ്റ് ലൈനേജ് ആയിട്ടും ഓരോ തരം ലൈനേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാരൻറ് സ്റ്റോക്ക് സെറ്റാക്കിന് അവരെ മുട്ട വിരിയിച്ചാണ്ട് ഇറക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞവർ നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി ലൈനേജ് കുഞ്ഞുങ്ങളാണ്. അടിപൊളി പല കളറിലാണ് വരുന്നത്. ഈ അമ്മക്കോഴി തന്നെ വൈറ്റ് ലൈനിൽ വരുന്നതാണ്. പക്ഷെ ഇതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവരെ കുഞ്ഞുങ്ങളാണിത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ സാധാരണ 100 റുപ്യാണ് റേറ്റ് വരുന്നത് ഒരു മാസമായ കുഞ്ഞുങ്ങൾക്ക്. ഇതായാലും കൂടും. ഓരോന്നോരോ സൈസിനനുസരിച്ചാണ് വരിക. അപ്പോൾ ആവശ്യക്കാർ നമ്മൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം. ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. 300 രൂപയാണ് ചാർജ് വരുന്നത്. അതല്ലേ അടയിരിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം നമ്മൾ അടയിരുത്തി വിരിച്ചാണ്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഓരോ തരമായിട്ട് നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ലൈനേജ് കളറുകൾ ഓരോ ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അതും ചെയ്യുന്നുണ്ട്. മൊത്തത്തിലായിട്ട് ചെയ്യുന്ന പീസ് 100 രൂപയാണ് വരുന്നത്. പിന്നെ കളർ ലൈനും അങ്ങനെ ഓരോ ലെവലിലുള്ള ഓരോ റേറ്റാണ് വരിക. അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ തിരക്കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുള്ള അടിപൊളി ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റോക്കില്ല. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ വരും. എല്ലാത്തിനും വെയിറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ട് അതുപോലെ നല്ല അടിപൊളി സെറ്റുകളാണ് കൊടുക്കട്ടോ. ഇത് ഒരു മാസമായത് തള്ളക്കോഴി ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾ മാത്രമാണ് കൂടുതലും കൊടുക്കൽ. അപ്പോൾ അതുപോലെയുള്ള വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടിയെന്നാണ് വരിക. വൈറ്റ് ലൈനേജ് സെപ്പറേറ്റ് ആയി വരുന്നതൊക്കെ എന്തായാലും റേറ്റ് കൂടും. അപ്പോൾ അത് ആവശ്യക്കാർ മാത്രം നമ്മളെ വിളിച്ചാൽ മതി. പിന്നെ സാധാ ലെവലിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. 100 റുപ്യ ആ ലെവലിലാണ് ഒരു മാസമായത് വരിക. എന്താ വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിനി, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ചിലവ് വരുന്നുണ്ട്. ഒക്കെ അടയിരിക്കണാകുമ്പോൾ മുട്ടിട്ട് അടുത്ത അട വിരിഞ്ഞ് അടുത്ത അട ആവുന്ന വരെ ഒരുപാട് ഗ്യാപ്പ് വരും അടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഫുഡിന് ചിലവ് കൂടുതലാണ്. പുറത്ത് വിട്ടിട്ടല്ല വളർത്തുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ട്. ഒക്കെ അടയിരിക്കുന്ന നാടൻ കോഴികളെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയ ആക്കിയാണ്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.